ഇപ്പോൾ റിട്ടയർഡ് എംപ്ലോയി അല്ലെങ്കിൽ റിട്ടയർഡ് ഒരു ടാലൻറ്റ് റിട്ടയർഡ് പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ ആൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 50 to 60 ഏജസ് വരെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ റിട്ടയർഡ് ആയിട്ട്. അതേപോലെ തന്നെ ഭാവിയിൽ ഒരു 50-60 ഏജസ് ആകുമ്പോൾ റിട്ടയർഡ് ആവാൻ നിൽക്കുന്ന ഒരു 30-40 ഏജസിലുള്ള ഒരാൾ. ഈ രണ്ട് കൺസിഡറേഷൻസ്. ഇതിൽ ആദ്യത്തെ പറഞ്ഞ കേസിനെ സംബന്ധിച്ചിടത്തോളം മെജോറിറ്റി കേസസിലും ഇവരുടെ കയ്യിലൊരു കോർപ്പസ് എമൗണ്ട് ഓൾറെഡി ഇവർ സേവിങ്സ് ആയിട്ട് വന്നതും അല്ലെങ്കിൽ PF ഫണ്ട്സോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു സേവിങ്സ് എമൗണ്ട് ഇവരുടെ കയ്യിൽ ബാക്ക് ബോണായിട്ട് വന്നിട്ടുണ്ടാകും. ഈ ഒരു ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇതുവരെ കിട്ടിയിരുന്ന ഒരു വരുമാന സ്രോതസ്സ് റിട്ടയർഡ് ആവുന്നതോടുകൂടി ഇല്ലാണ്ടാവുകയാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ കാര്യങ്ങൾ നടന്നു പോകാൻ ഒരു റെക്കറിങ് റവന്യൂ അവർക്ക് വേണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവർക്ക് ഈ കയ്യിൽ വന്നിട്ടുള്ള കോർപ്പസ് എമൗണ്ട് നമുക്കറിയാം വെറുതെ അക്കൗണ്ടിൽ ബാങ്കിൽ ഇട്ടിട്ട് കഴിഞ്ഞാൽ അവിടെ ഇൻഫ്ലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതിൻ്റെ വാല്യൂ കുറയാണ്. അപ്പോൾ അതിനപ്പുറത്തോട്ട് ഇതിന് കൃത്യമായിട്ടുള്ളൊരു ക്യാപിറ്റൽ ഗെയിൻ ലീസ്റ്റ് നമുക്ക് ആ ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്തിട്ട് അതിനപ്പുറത്തോട്ടൊരു ഗെയിൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അസറ്റ് ക്ലാസ്സിലോട്ട് ഇതിനെ പാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റണം. സോ ആ ഒരു അസറ്റ് ഗെയിൻ ഫോക്കസ് ചെയ്തിട്ട് ഇവർ പാർക്ക് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. നെക്സ്റ്റ് ഇവരെപ്പോഴും നോക്കുന്ന ഒരു കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഇവരുടെ നെക്സ്റ്റ് ജനറേഷൻ. ഇപ്പോൾ മക്കളുണ്ടാവും, മക്കളുടെ മക്കളുണ്ടാവും. അപ്പോൾ ആ ഒരു ജനറേഷനിലോട്ട് ജനറേഷണൽ വെൽത്ത് എന്നുള്ള രീതിയിൽ ഇവർക്ക് മാറ്റി വെക്കാൻ വേണ്ടിയിട്ടുള്ള അസറ്റായിട്ട് കണ്ടിട്ടും ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഈ കൺസിഡറേഷൻസാണ് റിട്ടയർഡ് ആയ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ റിട്ടയർഡ് ആവുക, ഇപ്പോൾ നല്ലൊരു വർക്കിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന പ്രൊഫഷനിലോട്ട് നോക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഒരു ഏരിയ ഡിഫറെൻ്റ് ആണ്. ബിക്കോസ് അവർ കുറച്ചും കൂടി ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് അവരുടെ റിട്ടയർമെൻ്റ് ഒക്കെ എത്തുമ്പോഴേക്കും ഒരു ലോങ് ടേം കോർപ്പസ് ആവുന്ന രീതിയിലേക്ക് പ്ലാൻ ചെയ്യുകയും അതേസമയം നിലവിലുള്ള ഇൻകത്തിൻ്റെ കൂടെ ഒരു പാസീവ് ഇൻകം കൂടെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റെക്കറിങ് അനദർ സോഴ്സ് ഓഫ് ഇൻകം കൂടി ജനറേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടി ഫൈനാൻഷ്യലി ഫ്രീ ആവാനുള്ള സാഹചര്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ നമ്മളൊരു ബിസിനസ്സോ സ്റ്റാർട്ടപ്പോ ഒക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഈ ജനറേഷണൽ വെൽത്ത് ക്രിയേഷന് ഒരു വലിയ രീതിയിലുള്ള അഡ്വാൻറ്റേജ് ഉണ്ടാക്കുന്നുണ്ട്. കാരണം അവർ റിട്ടയർമെൻറ്റ് കോർപ്പസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു 10 to 20 ഇയേഴ്സ് ഒക്കെ പാർക്ക് ചെയ്യാനുള്ള ഫണ്ട്സ് അവരെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു ഹ്യൂജ് റിട്ടേൺസ് അതിൽ ജനറേറ്റ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ആ സമയം തന്നെ ഇവർക്ക് ഒരു റെക്കറിംഗ് റവന്യൂൻ്റെ കൂടെ തന്നെ ജനറേറ്റ് ചെയ്യാനും പറ്റുന്നതാണ്. സോ അതാണ് ഇതിൻ്റെ ഒരു പിക്ചർ എന്ന് പറയുന്നത്. ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്മാർട്ട് ആയിട്ട് നേരത്തെ തന്നെ 30s തന്നെ ഇൻവെസ്റ്റ് ചെയ്യും. ഓഫ് കോഴ്സ് കാരണം ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു ലെക്ചർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു 30 ഏജിലുള്ള ഒരാൾ ഒരു 10 lakh rupees ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു 50 lakhs റിട്ടയർമെൻറ്റ് എത്തുമ്പോഴേക്കും 20 years ആണ്. 20 yearsൽ ആ 10 lakh ഗ്രോ ചെയ്യാവുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എത്രയോ മുകളിലാണ്. അതിന് പുറമെ അത്രയും കാലം അവർക്ക് അതിൽ നിന്നൊരു ചെറിയ പാസീവ് ഇൻകം ആണെങ്കിൽ പോലും, അതിൽ ഇപ്പോൾ ചെറിയ പെർസെൻറ്റേജ് ആണെങ്കിൽ ചെറിയ റിട്ടേൺ ആണെങ്കിൽ പോലും അത് ഒരു അവരുടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇൻകത്തിൻ്റെ കൂടെ ഒരു പ്ലസ് അവർക്ക് ഒന്നും കൂടി ഫ്രീ ആവാനും അവർക്ക് ഫൈനാൻഷ്യലി ഒന്ന് ബാക്ക് ചെയ്യാനും പറ്റുന്ന രീതിയിലേക്ക് പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നതാണ്.